മെമ്മറീസ് ട്രാവലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പോകാൻ വന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഴരപ്പൊന്നാന നടക്കുക, അതായത് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നായ അമ്പലമാണ് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം. അപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഏഴരപ്പൊന്നാന ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ദിവസമാണിന്ന്. അപ്പം ഞാനും അനിയനുണ്ട്, അനിയൻ്റെ കൂട്ടുകാർ 2 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഏഴരപ്പൊന്നാന കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ശരിക്കും ഉത്സവ പറമ്പാണ്. ശരിക്കും നമുക്ക് അവിടെ കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനതിരക്കും, പിന്നെ അതുപോലെ തന്നെ വെച്ചുവാണി കടകൾ, പിന്നെ ചെണ്ടമേളം, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് നേരെ വിട്ടേക്കാം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഒരു ബാക്ക് സൈഡിലാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏത് വഴിയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് താഴെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. അമ്പലത്തിൻ്റെ ഒരു മേളിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും.
ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. നല്ല ഉത്സവമേളകളുണ്ട്, ഒരു രക്ഷയില്ല. ആൾക്കാരുടെയൊക്കെ നല്ല ബഹളമാണ് ഇവിടെ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. മഹാദേവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാനിപ്പോൾ അതിനകത്തൂടെ കറങ്ങിയിട്ട് ഫുള്ള് വീഡിയോ എടുത്തു. നമ്മുടെ ചെണ്ടമേളമായിരുന്നു, പിന്നെ ഒരു പ്രദക്ഷിണം അമ്പലം ചുറ്റി ആന ഇങ്ങനെ പോകുന്നതിൻ്റെ കൂടുതലെല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഒരു നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വെളിയിൽ എന്തെങ്കിലും കാഴ്ചയുണ്ടോ എന്ന് നോക്കാം. അതൊക്കെ നമുക്ക് മുന്നോട്ടിറങ്ങാം. ഞാൻ ചെരുപ്പിട്ടത് ശരിക്കും നമ്മുടെ അമ്പലത്തിൻ്റെ പുറയിലത്തെ നടയിലായിരുന്നു. അവിടം വരെ എത്തണം. അവിടെ നിന്നിട്ട് നമുക്ക് ചെരുപ്പെടുത്തിട്ട് വെളിയിൽ കൂടെ പോയിട്ട് അവിടെ വെളിയിലുള്ള കുറേ കാഴ്ചകളുണ്ട്, അതെല്ലാം കാണണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെൻ്റെ അമ്പലത്തിൻ്റെ അകത്തോട്ടെല്ലാം കയറിയിട്ട് അവിടുത്തെ കുറേയധികം വീഡിയോസൊക്കെ പിടിച്ചു. മൊത്തം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴെല്ലാം അവിടെ എല്ലാം ഇഷ്ടംപോലെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ ഭഗവാന് ശ്രീവേലിക്ക് വേണ്ടിയിട്ട് വെളിയിലോട്ട് എഴുന്നള്ളിച്ച് വരുന്നതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം ഫുള്ള് ഞാൻ കവർ ചെയ്തു. ഇപ്പോൾ ഒരു വേറെ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്കാരെല്ലാം അവന്മാർ വെളിയിൽ വണ്ടി ഇട്ടിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇനി അവന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെൻ്റെ അമ്പലത്തിനകത്തെല്ലാം പോയി കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ഇവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഈ സാധനത്തെ കയറാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 5 പേരുണ്ട്. അനിയനും ഞാനും അവൻ്റെ കൂട്ടുകാരുമാണ്. മൊത്തം 5 പേരുണ്ട്. 5 പേര് കൂടി ഈ സാധനത്തെ കയറാൻ വേണ്ടി പോവാണ്. ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ ഒരു ഫ്ലൈ വീലിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ്ട് ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, സംഭവം ഒരു രക്ഷയില്ല. പിടിച്ചിരിക്കുന്നത് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കഴിച്ചു. ഈ ശരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ട് കയറി പോയിട്ട് താഴോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു രക്ഷയില്ല.